മ്യാൻമറിൽ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പിടിയിലായി 5 മലയാളികളടക്കം 44 ഇന്ത്യക്കാർ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കെ.സി. വേണുഗോപാൽ MP വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് കത്ത് നൽകിയിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഇതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവരെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ? സലീം. റിജിത്ത്, ഗുരുതരമായൊരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 10 ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് സ്വദേശിയായ മഷൂദ് അലി എന്നൊരു ചെറുപ്പക്കാരൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുന്നത്. പക്ഷേ അതിനിടയിൽ ഏതെങ്കിലും നിലയിൽ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കെ.സി. വേണുഗോപാൽ MP ഇതിൽ എത്രയും വേഗത്തിൽ ഇടപെടൽ നടത്തണമെന്നൊരു അഭ്യർത്ഥനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച കത്ത് അദ്ദേഹം അയച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനാണ് കെ.സി. വേണുഗോപാൽ കത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരു വലിയ തട്ടിപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മ്യാൻമറിലെ ഡോങ്മൈ പാർക്കിലാണ് ഈ മനുഷ്യക്കടത്ത് സംഘം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും നിലയിൽ ഈ സംഘത്തിനെ ചോദ്യം ചെയ്യുകയോ വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ ക്രൂരമായ മർദ്ദനം ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതും ഈ മഷൂദ് അലി എന്ന ചെറുപ്പക്കാരൻ പറയുന്നു. മാത്രമല്ല 5 മലയാളികളായിരുന്നു ഈ 44 ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന ജിഷ്ണു എന്ന ചെറുപ്പക്കാരനെ ഇപ്പോൾ കാണാനില്ല എന്നുകൂടി പറയുന്നു. ജിഷ്ണു വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കാണാതായത് എന്ന് പറയുന്നു. ഈ സംഘം പ്രവർത്തിക്കുന്നത് ഫേസ്ബുക്ക് വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ്. ഈ 3-4 ലക്ഷം രൂപ കൊടുത്താൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന്, യൂറോപ്പിൽ വലിയ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞവരെ ആളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഇവരെ ബാങ്കോക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന് പിന്നാലെ 2 മാസത്തെ ട്രെയിനിങ് പീരീഡിന് ശേഷം യൂറോപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. അതിന് പിന്നാലെ 2 മാസത്തിന് ശേഷം ഇവരെ യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞ് മ്യാൻമറിലേക്ക് കടത്തുകയാണ് ഈ സംഘത്തിൻ്റെ രീതി എന്നുൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു വലിയ ശൃംഖലയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ പരാതി നൽകിയിട്ടും ഏതെങ്കിലും നിലയിലുള്ള ഇടപെടൽ നടന്നിട്ടില്ല എന്നതാണ് ഗൗരവതരമായ സാഹചര്യം. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ.സി. വേണുഗോപാൽ MP ഈ വിഷയത്തിൽ ഇടപെടുന്നത്. എത്രയും വേഗം ഇന്ത്യൻ എംബസി ഇടപെട്ട് ഇവരെ നാട്ടിലേക്ക് എത്തിക്കണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നും പറയുന്നു. റിജിത്ത്. സലീം, ഇങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ കെണിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ സമീപകാലത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ നമുക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പോഴെന്തായാലും ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ പ്രതീക്ഷിക്കാമോ? ഈ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആലോചനകളോ നീക്കങ്ങളോ ആ തരത്തിലുണ്ടാവുന്നുണ്ടോ സലീം? റിജിത്ത്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും കഴിഞ്ഞ 10 ദിവസത്തിനിടയിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 10 ദിവസം മുൻപാണ് ഈ മഷൂദ് അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആദ്യമായി പരാതി നൽകുന്നത്. അതിനുശേഷം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒപ്പമുണ്ടായിരുന്ന ജിഷ്ണു എന്ന ചെറുപ്പക്കാരൻ കൂടി അവിടെ നിന്നും സംഘത്തിൻ്റെ കയ്യിൽ നിന്നും കാണാതായതോടുകൂടിയാണ് കെ.സി. വേണുഗോപാൽ MPയുടെ ഓഫീസുമായി ഇവർ ബന്ധപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി അദ്ദേഹം ഒരു കത്ത് നൽകുകയും ചെയ്യുന്നത്. ആ കത്ത് പ്രകാരം എത്രയും വേഗത്തിൽ തന്നെ നടപടി ഉണ്ടാവണം, അതല്ലെങ്കിൽ ജീവന് വരെ ഭീഷണി എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവരെ എതിർക്കുന്നവരെ കായികമായി ഉപദ്രവിക്കുകയും ഒപ്പം അല്ലാതെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും ഇവർ കൈക്കലാക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ക്രൂരത ഇവരോട് നടത്തുന്നത് എന്നും പറയുന്നു. മാത്രമല്ല പുറം ലോകത്തേക്ക് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഇവർക്ക് ഒരുക്കില്ല. ഫോൺ ഏതെങ്കിലും നിലയിൽ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ്. അതിനിടയിൽ ഏതെങ്കിലും ഫോൺ ശ്രദ്ധയിൽപ്പെടുകയോ പുറം ലോകവുമായി ബന്ധപ്പെടുന്നു എന്ന് അറിയുകയോ ചെയ്താൽ ആ ഫോൺ പിടിച്ചു വാങ്ങുകയും പിന്നീട് പുറം ലോകവുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയും നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ജിഷ്ണു എന്ന ആൾ നാട്ടിലേക്ക് പോകണം, കൊല്ലം സ്വദേശിയാണ്, നാട്ടിലേക്ക് പോകണമെന്ന് അറിഞ്ഞത്. അതിനുശേഷം ഈ സംഘവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാവാത്തതോടുകൂടിയാണ് പുറത്തേക്ക് ഇവർ പിന്നീട് തർക്കത്തിന് ശേഷം ജിഷ്ണുവിനെ കാണാതാകുന്നത്. കാണാതായതിന് പിന്നാലെയാണ് സംഘത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വിവരം പൊതുസമൂഹത്തിലേക്ക് വരികയും ചെയ്യുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. മ്യാൻമറിൽ മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ പിടിയിലായിട്ടുണ്ട് 44 പേർ. അതിൽ 5 പേർ മലയാളികളാണ്. അടിയന്തര ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ MP. സലീം മാലിക് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.